ഹലോ എവ്രി വൺ, ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ഒരു ടോപ്പിക് കമൻറ്റ് സെക്ഷനിൽ ചെയ്തിരുന്ന ഒരു റിക്വസ്റ്റാണ് ഫൈനാൻസസ്. ഓക്കെ, സോ എങ്ങനെയായിരിക്കും പ്രേക്ഷകരുടെ ഫൈനാൻസസ്? സോ ഐ തിങ്ക് ഞങ്ങൾ ഒരു 2 year പീരീഡ് ഗ്യാപ്പ് നോക്കാം. ഓക്കെ, എന്ന് ഈ വീഡിയോ കിട്ടുന്നു അന്ന് മുതൽ 2 years. സോ 2 ഗ്രൂപ്പാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സെലക്ട്. Angels, please give us 2 group. Okay, first group, second group. Okay, all right. So first group പ്രേക്ഷകരുടെ ഏഞ്ചലിക് കാർഡ് ഇതാണ്, ബ്ലൂ കളർ ബോർഡർ. ഓക്കെ, ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് ഏഞ്ചലിക് കാർഡ് ചൂസ് ചെയ്ത പ്രേക്ഷകരുടെ പർപ്പിൾ കളർ ബോർഡർ. ഓക്കെ, സോ കാർഡ്സ് നോക്കി സെലക്ട് ചെയ്യാം, ടൈം സ്റ്റാമ്പ് നോക്കി സെലക്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ പെർട്ടിക്കുലർലി ഞാൻ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യാനേ പറയുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഓക്കെ, അങ്ങനെ ചെയ്യാം. ഓർ 2 ചിറ്റ്സ് എടുക്കൂ, 1 and 2 എന്നെഴുതൂ, ഫോൾഡ് ചെയ്യൂ, ആൻഡ് കയ്യിൽ ചിറ്റ്സ് ഇട്ട് സെലക്ട് ചെയ്യൂ, അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഓക്കെ, പക്ഷേ എത്ര നിങ്ങൾക്ക് കാർഡ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സെലക്ട് ചെയ്യാൻ പറ്റുമോ പ്രേക്ഷകർ അത് ട്രൈ ചെയ്യൂ. Okay, so let's start with group 1. Hello group 1. Group 1 choose ചെയ്തത് card 1. Okay, blue color border. തുടങ്ങുന്നതിന് മുമ്പ് ഷോർട്സ് ഇടുന്നുണ്ട്. ഓക്കെ, ഷോർട്സ് പ്രേക്ഷകർക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചാനലിൽ നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഗ്രൂപ്പ് 1 പ്രേക്ഷകർ, there is something better. ഓക്കെ, സോ ക്ലിയർലി നിങ്ങൾ ഇപ്പോൾ എന്താണോ ഫൈനാൻസസിന് വേണ്ടി ചെയ്യുന്നത്, ഓക്കെ, പ്രേക്ഷകർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതല്ല നിങ്ങളുടെ ലൈഫ് പർപ്പസ്. ഓക്കെ, ഇവിടെ നിന്നല്ല നിങ്ങളുടെ ഫൈനാൻസസ് ഇൻക്രീസ് ചെയ്യാൻ പോകുന്നത്. ഓർ നിങ്ങളുടെ വീട്ടിൽ മറ്റ് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആൻഡ് ഇപ്പോൾ നിങ്ങളൊരു പുതിയ കാര്യം ഏറ്റെടുക്കാൻ പോകുകയാണ്, വിചാരിക്കുന്നു ദാറ്റ് അത് നല്ലൊരു ഫിനാൻഷ്യൽ ഗെയിൻ കൊണ്ടുവരും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നോ, അതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, എവിടെ 2 പാർട്ട്നേഴ്സിൽ ഒരു പാർട്ട്ണർ വർക്ക് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഇഫ് യു ആർ മാരീഡ്, ഓക്കെ, ഓർ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നല്ല പഠിത്തമുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ജോലി ചെയ്യുന്നില്ലെങ്കിൽ, ഓക്കെ, ഇവിടെ പറയുന്നത് ഓപ്ഷൻ നോക്കൂ. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ചില പ്രേക്ഷകരുടെ സോൾ സ്റ്റാർ എനർജി എപ്പോൾ ആക്ടിവേറ്റ് ആകുന്നു ആ സമയത്തായിരിക്കും നിങ്ങളുടെ ഫൈനാൻസസ് ഇൻക്രീസ് ആകുന്നത്. സോ സോൾ സ്റ്റാർ എനർജി ഇൻക്രീസ് ആകാൻ ഫസ്റ്റ് നിങ്ങളുടെ ക്രൗൺ ചക്ര ബാലൻസ് ആകേണ്ടതുണ്ട്. സി, ഇറ്റ്സ് എ മെത്ത് ദാറ്റ് ഓരോ ചക്ര ലൈക്ക് റൂട്ട് ചക്ര ബാലൻസ് ആയാൽ മാത്രമേ അടുത്ത ചക്ര ബാലൻസ് ആകൂ, അങ്ങനെയില്ല. ചില പ്രേക്ഷകർക്ക് ഒരു ചക്ര നല്ല ബാലൻസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആയിരിക്കാം, മറ്റൊരു ചക്ര ബാലൻസ്ഡ് അല്ലായിരിക്കാം. ഓക്കെ, ഏത് പ്രേക്ഷകർക്ക് ഇപ്പോൾ അവരുടെ സോൾ സ്റ്റാർ ചക്ര ടാപ്പിംഗ് ചെയ്യണോ അവർ ക്രൗൺ ചക്രയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ക്രൗൺ ചക്രയിൽ ഏറെ വർക്ക് ചെയ്യൂ, ബാക്കിയുള്ള ചക്രേസിലും വർക്ക് ചെയ്യൂ. ബിക്കോസ് എല്ലാ ചക്രാസ് ബാലൻസ് ആയാൽ മാത്രമേ ലൈഫ് ബാലൻസ് ആകുകയുള്ളൂ. ഓക്കെ, സോ നിങ്ങളുടെ സോൾ സ്റ്റാർ ചക്രയാണ് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് സോൾ സ്റ്റാർ ചക്ര ആക്ടിവേറ്റ് ആകുന്നതോടെ നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് കിട്ടും, ഓർ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് നിങ്ങൾ ജോലി ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഓൾ റൈറ്റ്. സോ ലെറ്റ്സ് സീ വിത്ത് ദ ടാരോ കാർഡ്സ്. ഐ വിൽ ടേക്ക് ദീസ്. Dear angels, please tell us about finances from now till 2 years. How will be the group 1 finances within 2 years? 2 വർഷത്തിനുള്ളിൽ എങ്ങനെയാണ് ഫൈനാൻസസ്? പ്ലീസ് ലെറ്റ് us know. The Chariot. ഓക്കെ, സക്സസ് ആണ് വരുന്നത് നിങ്ങൾക്ക്. ഓക്കെ, സോ ഫൈനാൻസസിൽ ഇപ്പോൾ നിങ്ങൾ എങ്ങനെ പോകുന്നു അത് സെയിം ആയിട്ട് പോകും. നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യങ്ങളില്ല, ബുദ്ധിമുട്ട് വരില്ല.
ഓക്കെ. ആൻഡ് ഇൻ ഫാക്ട് സപ്പോസ് നിങ്ങളിപ്പോൾ ഒരു 3 lakhs ആണ് ഏൺ ചെയ്യുന്നത് പെർ ആനം ഒരു ഇയറിൽ. ഓക്കെ. സോ ഈ 3 lakhs എന്നുള്ളത് 5 lakhs ആയി മാറുന്നതാണ്. ഓക്കെ. സോ ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ട്. ചില പ്രേക്ഷകർക്ക് നിങ്ങൾ എവിടെ നിൽക്കുന്നോ അവിടെ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ. ഇഫ് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് ഒരിടത്ത്, അവിടെ നിന്ന് മാറണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഇപ്പോൾ പറയുന്നത്, ദർ ഇസ് സംതിങ് ബെറ്റർ. നിങ്ങൾ മാറേണ്ട ആവശ്യമില്ല. ഓക്കെ. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എങ്ങനെയായിരിക്കും ഗ്രൂപ്പ് 1 പ്രേക്ഷകർക്ക്? എങ്ങനെയായിരിക്കും ഫൈനാൻസസ്? 4 of Swords ആണ്. ഓക്കെ. നിങ്ങൾ സ്റ്റെപ്പ് എടുക്കുന്നുണ്ട്. ഓക്കെ. സോ ഐ തിങ്ക് ഇതുവരെ ആരും ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. ബട്ട് അതിൻ്റെ ടൈം ഇപ്പോൾ ശരിയായിട്ടില്ല. ഓക്കെ. ഫോർ വീക്സ് ആണ് പറയുന്നത്. ഓക്കെ. സോ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അതിൽ ഏറെ പേർ എതിർത്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ. സംതിങ് ലൈക്ക് ദാറ്റ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം 4 weeks വരെ ഒന്നും ചെയ്യാതിരിക്കുക. ഓക്കെ. പുതിയ സ്റ്റാർട്ടിങ് ഒന്നും ചെയ്യാതിരിക്കുക. ആഫ്റ്റർ 4 weeks പെതുക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യൂ. ഓക്കെ. ഫൈനാൻസസ്, പേജ് ഓഫ് സോഡ്സ്. യെസ്. ഓക്കെ. സോ 4 weeks കഴിഞ്ഞ് നിങ്ങൾക്ക് പെതുക്കെ തുടങ്ങാം. ഓക്കെ. അധികം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. ആൻഡ് പെതുക്കെ നിങ്ങൾ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ. ഫൈനാൻസസ്. 8 of Pentacles. യെസ്. ഓക്കെ. നിങ്ങളുടെ ഹാർഡ് വർക്കിനനുസരിച്ചുള്ള ഫൈനാൻഷ്യൽ ഗെയിൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രേക്ഷകർ അതിൻ്റെ റിവാർഡ്സ്, ദാറ്റ് ഇസ് അതിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും വിത്തിൻ 8 weeks to 8 months. ഓക്കെ. 8 weeks to 8 months നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ട് ലഭിക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് പ്രേക്ഷകരോട് പറയുന്നത് ഈ എമൗണ്ടിൽ നിന്ന് 1% നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക എഗെയിൻ. ഓക്കെ. അത് സെയിം പ്രോസസ്സിലാകാം അല്ലെങ്കിൽ വേറൊരു പ്രോസസ്സിലാകാം. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ചില പ്രേക്ഷകരുടെ ആൻസിസ്റ്റേഴ്സ് ഏത് രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് അത് കണ്ടുപിടിക്കും. ബിക്കോസ് അതാണ് നിങ്ങൾക്ക് ഗെയിൻ ആകാൻ പോകുന്നത്. ഓക്കെ. Six of Swords and Death. ഓക്കെ. ഫിനാൻഷ്യൽ ക്രഞ്ചസിൽ നിന്ന് നിങ്ങൾ വെളിയിലിറങ്ങാൻ പോകുകയാണ്. ലോൺസ് ഏറെ ഉണ്ടെങ്കിൽ ആ ലോൺസ് നിങ്ങളുടെ മാറിപ്പോകുന്നതാണ്. കടങ്ങൾ വേറെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ കടം നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നതാണ്. ഈവൻ തോ അത് തീർത്ത് കഴിയുമ്പോൾ ഒത്തിരി വലിയ ഗെയിൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല, പക്ഷേ സ്മൂത്ത്ലി നിങ്ങൾക്ക് ഈ ഒരു വർഷം കടന്ന് പോകാം. ഓക്കെ. ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. റൈറ്റ്. ഈ ഫൈനാൻസസ് വർദ്ധിപ്പിക്കാൻ എന്താണ് പ്രേക്ഷകർ ചെയ്യേണ്ടത്? കൺക്ലൂഷൻസ് ആർ വിത്തിൻ റീച്ച്. പല പ്രേക്ഷകർക്കും അറിയാം എന്താണ് ചെയ്യേണ്ടത്. ഓക്കെ. നിങ്ങൾക്ക് ആരും അഡ്വൈസ് തരുന്നുണ്ട്, പക്ഷേ ഐ തിങ്ക് പ്രേക്ഷകർ ആ അഡ്വൈസ് എടുക്കുന്നില്ല. ഇവിടെ പറയുന്നത് ആ അഡ്വൈസിനെ പരിഗണിക്കുക. ഓക്കെ. ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു ഡു. അഡ്വൈസ് പരിഗണിക്കൂ. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റിക്വയർഡ്. ചില വിട്ടുവീഴ്ചകൾ പ്രേക്ഷകർ ചെയ്യേണ്ടതുണ്ട് ഈ ഫൈനാൻസസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ചില പ്രേക്ഷകർക്ക് നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ലിവിങ് കട്ട് ഡൗൺ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ. ദാറ്റ് ഈസ് ദ മെസ്സേജ് ഐ ഗോട്ട് റൈറ്റ് നൗ. കോസ്റ്റ് ഓഫ് ലിവിങ്, ദാറ്റ് ഈസ് നിങ്ങൾക്കിപ്പോൾ അർജൻറ്റ് അല്ലാത്ത കാര്യങ്ങൾ വാങ്ങിക്കാതിരിക്കുക. ഓക്കെ. ബിലീവ് ഇൻ ദി ഇംപോസിബിൾ. നിങ്ങളുടെ ടാർഗറ്റ്, ഓക്കെ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ടാർഗറ്റ്, ദാറ്റ് ഈസ് ഈ ഒരു വർഷം എനിക്ക് ഇത്രയും എമൗണ്ട് ഉണ്ടാക്കണം എന്നുള്ള ടാർഗറ്റ് ഉണ്ടെങ്കിൽ ബിലീവ് ഇൻ ഇറ്റ് ദാറ്റ് യു ക്യാൻ അച്ചീവ്.
ഓക്കെ, ഈവൻ ദോ സർക്കംസ്റ്റൻസസ് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിരിക്കാം, ഈവൻ ദോ നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല, ബട്ട് എനിത്തിങ് ക്യാൻ ചേഞ്ച് ഇൻ എ മിനിറ്റ്. ഓക്കെ, എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. സോ ഇവിടെ പറയുന്നത് ബിലീവ് ചെയ്യൂ. ഓക്കെ, ബിലീവ് ചെയ്യൂ. അബണ്ടൻസ് റിച്വൽസ് ചെയ്യുക. ഓക്കെ, ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീംസ്. സി, നിങ്ങളുടെ ഡ്രീംസിൽ ഫെയ്ത്ത് വെക്കൂ. ഓക്കെ, വാട്ട് എവർ ഇസ് ദർ. സോ മൈറ്റ് ബി ഐ എം ഗെറ്റിംഗ് ദിസ് ദാറ്റ് നിങ്ങളുടെ ഡ്രീം വേറെ എന്തോ ആണ്, പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് മൈറ്റ് ബി നിങ്ങളുടെ ആൻസിസ്ട്രൽ ഹിസ്റ്ററി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതോ, അല്ലെങ്കിൽ നിങ്ങളുടെ മുതിർന്നവർ ചെയ്യുന്ന അതേ ബിസിനസ്സോ കരിയറോ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്, പക്ഷെ നിങ്ങളുടെ ഡ്രീംസ് വേറെ എവിടെയോ ആണ്. ഓക്കെ, ദേ ആർ ടെലിങ് യു ടു ഫോളോ യുവർ ഡ്രീംസ്. നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾ ഫോളോ ചെയ്യൂ, സോ ദാറ്റ് യു വിൽ ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, അതുപോലെ തന്നെ പെൻഡൻറ്റ് ധരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ധരിച്ചു തുടങ്ങും, ഇഫ് യു ലൈക്ക് ടു. ഓൾറൈറ്റ്, റോസ് കോട്ട്സിൻ്റെ പെൻഡൻ്റ് ആണ് നിങ്ങൾ ധരിക്കേണ്ടത്. ഓക്കെ, വാട്ട് എൽസ് എംപ്രസ്. ഓക്കെ, ഗോഡസ് ഓഫ് വെൽത്തിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ വളരെ നല്ലത്, നിങ്ങൾക്ക് ഗോഡസ് ഓഫ് വെൽത്തിൻ്റെ അനുഗ്രഹങ്ങളുണ്ട്. ഓക്കെ, സോ ബിലീവ് ഇൻ ഹർ, അതാണ് പറയുന്നത്. ആൻഡ് പ്രാർത്ഥിക്കാത്തവർ ഓക്കെ കൈൻഡ്ലി പ്രാർത്ഥിച്ചു തുടങ്ങും. ദ ടവർ, സഡൻ ചേഞ്ചസ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് ഇൻ ടേംസ് ഓഫ് ഫൈനാൻസസ്. ഓക്കെ, സോ വാട്ട് എവർ ദാറ്റ് സഡൻ ചേഞ്ചസ്, ഇറ്റ് വിൽ ബി ഗുഡ്, ബിക്കോസ് അത് ഗോഡസ് ഓഫ് വെൽത്തിൻ്റെ അനുഗ്രഹത്തോടെയാണ് നടക്കാൻ പോകുന്നത്. 8 ഓഫ് വാൻഡ്സ് ആയിരിക്കും. ഈ സഡൻ ചേഞ്ച് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമായിരിക്കും. നിങ്ങൾക്ക് അധികം സമയം കിട്ടില്ല ആലോചിക്കാൻ. ഓൾറൈറ്റ്, പക്ഷേ അത് പെട്ടെന്ന് നിങ്ങൾ അതിനൊപ്പം തന്നെ കാര്യങ്ങൾ ചെയ്തെടുക്കണം എന്നതാണ് ഇവിടെ പറയുന്നത്. 7 ഓഫ് wands, swords. സോ ഇവിടെ പറയുന്നത് നിങ്ങൾ ഏറെ പഠിക്കാനുമുണ്ട് ആൻഡ് ആ പഠിച്ച കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കാനുമുണ്ട്. സോ ഇഫ് നിങ്ങളുടെ ഡ്രീംസ് എന്താണോ അതിനെക്കുറിച്ചുള്ള അധികം നോളജ് നിങ്ങൾക്കില്ലെങ്കിൽ ഇവിടെ പറയുന്നത് ആ നോളജിനെ തേടൂ. ഓക്കെ, ബിക്കോസ് ആ നോളജ് മാത്രമാണ് നിങ്ങളുടെ ഹഡിൽ നിങ്ങളുടെ ഫൈനാൻസസ് സ്ട്രെങ്തൻ ആക്കാൻ. ഓക്കെ, സോ ലെറ്റ്സ് സീ എനി ഫർദർ മെസ്സേജ് for finances, any further message for group 1. Awareness. ഞാൻ നിങ്ങളോട് തന്നെയാണ് പറഞ്ഞത്. ക്രൗൺ ചക്ര ഞാൻ പറഞ്ഞിരുന്നു, ക്രൗൺ ചക്ര ഡെവലപ്പ് ചെയ്യൂ, ബിക്കോസ് അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഐഡിയ കിട്ടുന്നത്. ദ സെയിം തിങ് ഇത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, സോ യു നീഡ് ടു ഓപ്പൺ അപ്പ് യുവർ ക്രൗൺ ചക്ര. ക്രൗൺ ചക്ര ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് പ്രേക്ഷകർക്ക്. മൂവിങ് ഓൺ, ട്രയംഫ്. വാട്ട് എൽസ്? ഓക്കെ, എന്ത് കാര്യം വരുന്നു അത് എടുക്കുക. ഓക്കെ, നിങ്ങൾ ചെയ്യാത്ത കാര്യമാണ്, പഠിക്കാത്ത കാര്യമാണ്, പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് സക്സസ് ഉണ്ട്. സോ 17 months എന്നാണ് പറയുന്നത്. ഓക്കെ, സോ 17 monthsൽ നിങ്ങൾ വലിയൊരു ഷിഫ്റ്റ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഫൈനാൻസസ് റിഗാർഡിങ് കാണുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗ്രൂപ്പ് 1. വളരെ ജനറൽ ആൻഡ് ഫോം ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട, ഇതെല്ലാം ഈ ഒരു റീഡിങ്ങിൽ വന്നിട്ടുണ്ട്. അത് ഫോളോ ചെയ്യുക. ഓക്കെ, ഒന്നും മനസ്സിലായില്ലെങ്കിൽ എഗെയിൻ ഈ വീഡിയോ കാണൂ, ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ബുക്കിലെല്ലാം എഴുതി വെക്കൂ. ഓക്കെ, ആൻഡ് ദെൻ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. ഓക്കെ, ആൻഡ് ഷോർട്സ് കാണുക. ഷോർട്സ് ഡെയിലി ഇടുന്നുണ്ട്. ആസ് വെൽ ആസ് പേഴ്സണൽ റീഡിംഗ് വേണ്ട പ്രേക്ഷകർക്കും ഹീലിംഗ്സ് വേണ്ട പ്രേക്ഷകർക്കും വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. സെയിൽസ് ടീമിനെ ബ്രേസ്ലെറ്റ്സ് ആൻഡ് ക്രിസ്റ്റൽസിന് വേണ്ടി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പല ക്രിസ്റ്റൽസ് എൻ്റെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. സോ ക്രിസ്റ്റൽസ് വന്ന് കഴിയുമ്പോൾ എഗെയിൻ ഇൻഫോം ചെയ്യുന്നതാണ്. യെറ്റ് എൻ്റെ അടുത്ത് കളക്ഷൻ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, പ്രേക്ഷകർക്ക് നോക്കാം ഏത് ക്രിസ്റ്റൽസ് വേണം എന്നുള്ളത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ
നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസൊനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് ടു ചൂസ് ചെയ്തത് പർപ്പിൾ ബോർഡറുള്ള കാർഡാണ്. സോ ലെറ്റ് സി. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. ഓക്കെ, സോ പ്രേക്ഷകർ എന്താണോ ഇപ്പോൾ ഫൈനാൻസസിൽ ചെയ്യുന്നത്, ഓക്കെ, നിങ്ങളുടെ ഫൈനാൻസസ്, നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി എന്താണോ ചെയ്യുന്നത് അത് സഫിഷ്യൻ്റ് അല്ല. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്, നിങ്ങളെ സഹായിക്കാൻ ആൾക്കാർ അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ വീട്ടുകാരാകാം, നിങ്ങളുടെ ബോസ് ആകാം, കൊലീഗ്സ് ആകാം, ഓക്കെ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ച് അറിയുന്ന വ്യക്തികളാകാം. അവർ നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ട്. ഓക്കെ, സോ അവരിൽ നിന്ന് ഹെൽപ്പ് ചോദിക്കൂ. ഇഫ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്കൊപ്പം നിൽക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയായ കാര്യം പറഞ്ഞു തരാനുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കോൾ അപ്പോൺ യുവർ ഗാർഡിയൻ ഏഞ്ചൽസ്. നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിനോട് പ്രാർത്ഥിക്കൂ. ഓക്കെ, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിനോട് പറയൂ, ഗാർഡിയൻ ഏഞ്ചൽസ്, എനിക്ക് എൻ്റെ സാമ്പത്തിക ഭദ്രത കൂട്ടണം. ഓക്കെ, എനിക്ക് എൻ്റെ സാമ്പത്തിക സ്റ്റേറ്റസ് വളർത്തണം. അതിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അതിന് പറ്റിയ ആൾക്കാരെ, എന്നെ സഹായിക്കാൻ പറ്റിയ ആൾക്കാരെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഓക്കെ, ആൻഡ് വിടൂ, ദാറ്റ് ലെറ്റ് ഗോ ചെയ്യൂ. ബിക്കോസ് ഏഞ്ചൽസ് ആണ് ആ കാര്യം ചെയ്തു തരാൻ പോകുന്നത്. ഓക്കെ, ഓൾ റൈറ്റ്. സോ ലെറ്റ് സി പ്രേക്ഷകരുടെ ഫൈനാൻസസ് വിത്തിൻ 2 years. എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അതിൽ 2 yearsനുള്ളിൽ. ഓക്കെ, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എങ്ങനെയാണ്, ഫൈനാൻസസ് എങ്ങനെയായിരിക്കും പ്രേക്ഷകരുടെ? നിങ്ങൾ ഏറെ ജഗിൾ ചെയ്യുന്ന ആൾക്കാരാണ്. ദാറ്റ് ഈസ് ഒന്നി കൂടുതൽ ജോലികൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫിസിക്കൽ ബോഡി സ്ട്രെസ്സിലാണ്. ഓൾട്ടർ എന്നാണ് കാണിക്കുന്നത്. ദാറ്റ് ഈസ് നിങ്ങളുടെ ബോഡിയുടെ പ്രവർത്തനം ശരിയല്ല. ഓക്കെ, ഏറെ സ്ട്രെസ് എടുത്തും അധികം ഉറക്കം ഇല്ലാഞ്ഞും നിങ്ങളുടെ ബോഡിയുടെ ഫങ്ഷനിങ് ശരിയായിട്ടല്ല നടക്കുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് പല അസുഖങ്ങൾ ഉണ്ടായിരിക്കാം. ചിലർക്ക് ടയർഡ്നെസ് ആയിരിക്കാം, ചിലർക്ക് പെയിൻ, ഓക്കെ, ചിലർക്ക് ഇറിറ്റേഷനാണ്. ഓക്കെ, ഭയങ്കര ഇറിറ്റേഷൻ എപ്പോഴും. ഉറങ്ങിയിട്ട് ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറിറ്റേഷനാണ്. നിങ്ങൾ ഒരിടത്ത് വെറുതെ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. സോ അത് പറയുന്നത് നിങ്ങളുടെ ബോഡിയുടെ പ്രവർത്തനം ശരിയാവുന്നില്ല. സോ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? റെസ്റ്റ് ആണെങ്കിൽ ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ്. ഓക്കെ, ഇന്ന് തന്നെ എല്ലാ കാര്യവും ചെയ്താലേ എന്തെങ്കിലും നടക്കുന്നു. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നാളെയും ചെയ്യാൻ പോകുന്നത്, അത് തന്നെയാണ് മറ്റന്നാളും ചെയ്യാൻ പോകുന്നത്. മൈറ്റ് ബി ചെറിയ സ്ലൈറ്റ് ചേഞ്ചസ് ഉണ്ടാകും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ഇഫ് നിങ്ങൾക്ക് റെസ്റ്റ് ആണ് ആവശ്യമെങ്കിൽ അത് കൊടുക്കൂ ബോഡിക്ക്. ഓക്കെ, അതർവൈസ് എങ്ങനെയാണ് നിങ്ങൾ ഫൈനാൻസസ് ബിൽഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ? ഓക്കെ, ലെറ്റ്സ് സീ. Two years from now എങ്ങനെയാണ് ഫൈനാൻസസ് 2 years from now? Four of Pentacles ആണ് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല. നിങ്ങൾ എത്ര ജഗിൾ ചെയ്യുന്നു, ഐ നോ നിങ്ങൾ ഏറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സ്ട്രെസ്സാണ്, ടെൻഷനാണ്. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്ര ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ നിങ്ങൾ വന്നിട്ടില്ല. ബട്ട് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യം എത്രയുണ്ടോ അത്രയും പണം നിങ്ങളുടെ കയ്യിലുണ്ടാവും. ആൻഡ് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ഇത്തിരി കയ്യിൽ വെക്കാനും നിങ്ങളുടെ കയ്യിൽ പണം വരുന്നതാണ്. ഓക്കെ, യു നോ നീഡ് ടു വറി. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഫൈനാൻസസ് ഫ്രം 2 years from now, please. Group 2. See, Ace of Pentacles. ഡെഫിനറ്റ്ലി നിങ്ങൾ ഏറെ വറി ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഇവിടെ പറയുന്നത് നിങ്ങളുടെ വറിക്ക് വേണ്ടി, ദാറ്റ് ഈസ് നിങ്ങൾ എത്ര ടെൻഷൻ എടുക്കും അതിന് ഒരു ടെൻഷനും കൂടി കൂട്ടാൻ ഒരു കാര്യം വരുന്നുണ്ട്. ഒരു പുതിയ ഓപ്പർച്യൂണിറ്റിയും കൂടി നിങ്ങൾക്ക് വരുന്നുണ്ട് പണം ഉണ്ടാക്കാൻ. ഓക്കെ, സോ ഓൾറെഡി നിങ്ങളുടെ ഫൈനാൻസ് സ്റ്റെബിലിറ്റിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ചില പ്രേക്ഷകർ എന്ത് ചെയ്യും, ചില പ്രേക്ഷകർ
ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഈ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലുള്ള ജോലികൾ നിർത്തിയിട്ട് ഒറ്റൊരു ജോലി ഏറ്റെടുക്കും. അത് നിങ്ങൾക്ക് മോർ ദാൻ സഫിഷ്യൻറ്റ് പണം ഉണ്ടാക്കി തരുന്നതാണ്. ഓക്കെ, സം വൺ ഈസ് ഗോയിങ് ടു ഡു ദാറ്റ്. ഓക്കെ, ഏതൊരു പ്രേക്ഷകർ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്, നിങ്ങളുടെ അടുത്ത് ഈ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾ ഇത് തന്നെയാണ് ആലോചിക്കാൻ പോകുന്നത്. ഓൾറൈറ്റ്, അത് നിങ്ങൾ ഗ്രാബ് ചെയ്യും. ഓക്കെ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവില്ല, ബിക്കോസ് ഇത് അത്രയ്ക്ക് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. സ്ട്രെങ്ത്, ഇൻഫിനിറ്റി സിമ്പിളുമായിട്ട് വർക്ക് ചെയ്ത പ്രേക്ഷകർ, ഓക്കെ, യുനോ ദുർഗാദേവിയാണ് കാണിക്കുന്നത്. ഏതെങ്കിലും പ്രേക്ഷകർ ദുർഗാദേവി അമ്പലത്തിൽ പോയിട്ട് നിങ്ങളുടെ സാമ്പത്തികത്തിനെ കുറിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഫലിക്കാൻ പോകുകയാണ്. ഓക്കെ, ആസ് വെൽ യുനോ പ്രേക്ഷകരുടെ മൊബൈലിലോ ലാപ്ടോപ്പിലോ നിങ്ങളുടെ വീട്ടിലോ ലയൻ്റെ പിക്ചർ നിങ്ങൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്റ്റാച്ചു ഉണ്ടെങ്കിലോ a lot of strength is coming to you. ഓക്കെ, വളരെയധികം ധൈര്യം. ഇതുവരെ നിങ്ങൾ റിസ്ക് എടുക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ റിസ്ക് എടുത്ത് തുടങ്ങും. ഓക്കെ, ബിക്കോസ് ഈ ഒരു സ്റ്റാച്ചു, ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് ഒത്തിരി ധൈര്യം നൽകുന്നുണ്ട്. ഓക്കെ, സോ കീപ്പ് ഇറ്റ് അപ്പ്, അത് തന്നെ വെച്ചുകൊണ്ട് ഇരിക്കൂ. ഓക്കെ, ആ ഒരു ഫോട്ടോ കാണുമ്പോഴോ സ്റ്റാച്ചു കാണുമ്പോഴോ താങ്ക് യു ഫോർ ഗിവിങ് മീ സ്ട്രെങ്ത് എന്ന് ഡെഫിനറ്റ്ലി പറയുക. ഓക്കെ, സോ ഫൈനാൻസസിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടും, പക്ഷേ നിങ്ങൾക്കറിയാം അത് നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുമെന്നുള്ളത്. Ten of Swords, ഹീലിംഗ് മൊഡാലിറ്റിയിലുള്ള പ്രേക്ഷകർ, നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഓക്കെ, അവളുടെ പിക്ചറോ നിങ്ങളുടെ ഡയറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്സിൽ അവളുടെ പിക്ചർ ഉണ്ടെങ്കിൽ ഓക്കെ, അവർക്കും കൂടിയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത് ആയത്. ഓക്കെ, നിങ്ങൾ ഹീലേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഏറെ പേരെ ഹീൽ ചെയ്യാൻ ലഭിക്കുന്നതാണ്. ആൻഡ് അതിലൂടെ നിങ്ങളുടെ സാമ്പത്തികം ഉയർച്ചയിൽ വരുന്നതാണ്.2 years from now, please. വളരെയേറെ ആകാംക്ഷയുള്ള പ്രേക്ഷകരാണ്. ദ ഹെർമിറ്റ്, നിങ്ങളുടെ ആകാംക്ഷ ഒക്കെ വളരെ നല്ലതാണ്. ബിക്കോസ് വളരെ എൻതൂസിയാസ്റ്റിക് ആണ് നിങ്ങൾ, ആൻഡ് അത് നിങ്ങളുടെ ഫൈനാൻസസ് കൂട്ടുന്നതാണ്. നിങ്ങൾ എത്ര ഏകാഗ്രതയോടെ നിങ്ങളുടെ ജോലികൾ ചെയ്യുന്നു. ഓക്കെ, ഈ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ എത്ര ഏകാഗ്രതയോടെ നിങ്ങളുടെ ജോലികൾ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇരട്ടി ഗുണം ആണ് നൽകുന്നത്. ഓക്കെ, നൗ ഫൈനാൻസസിനെ കുറിച്ച് ഏകാഗ്രതയോട് നിങ്ങൾ ആഫർമേഷൻ പറയുന്നതോ അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ജോലി അത് വളരെ ഏകാഗ്രതയോട് ചെയ്യുകയോ, അതുപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അന്നേരവും ഏകാഗ്രതയോട് നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോഴോ, ചാൻറ്റിങ്സ് ചെയ്യുമ്പോൾ ഏകാഗ്രതയോട് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഇരട്ടി ഫലം കൊണ്ടുവന്ന് തരും. അവിടെയാണ് നിങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങളും വരാൻ പോകുന്നത്. ബിക്കോസ് നിങ്ങളുടെ ഏകാഗ്രതയാണ് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. ദ ഹൈ പ്രീസ്റ്റ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ചാൻറ്റിങ്സ്, ഏത് പ്രേക്ഷകർ ഏറെ ചാൻറ്റിങ്സ് ഏറെ മന്ത്രങ്ങൾ ജപിക്കുന്നു അവരുടെ ഊർജം വളരെയധികം കൂടുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള വഴി കാട്ടി തരുന്നതാണ്. മൂൺ റിച്വൽസ് ചെയ്യുന്ന പ്രേക്ഷകരോ, സൂര്യ നമസ്കാരം,
ഓക്കെ ചെയ്യുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ സൂര്യമന്ത്രം ചെയ്യുന്ന പ്രേക്ഷകർ നിങ്ങൾക്ക് സക്സസ് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ഫൈനാൻസസ് വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. ഈവൻ തോ ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഉണ്ടായിരിക്കില്ല, ചില പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണുന്നില്ലായിരിക്കാം. 4 ഓഫ് കപ്സ് ആണ് വരുന്നത്. സോ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തതിന്. ഓക്കെ, ഓൾറൈറ്റ്. സോ ആ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുന്ന ആ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകളുടെ കാരണം. ആ ഓപ്പർച്യൂണിറ്റി മിസ്സായി പോയത് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടേതല്ല, നിങ്ങൾക്കുള്ളതല്ല എന്നുള്ള തീരുമാനത്തിലെത്തി ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, സോ ലെറ്റ്സ് സീ എന്താണ് ടാരോ കാർഡ്സിന് പറയാനുള്ളത്. 9 ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ ഹാർഡ് വർക്ക് നിങ്ങളുടെ അടുത്ത് റിവാർഡ്സ് കൊണ്ടുവന്ന് തരും. ഓക്കെ, ഒരു ഗ്ലോ അപ്പ് ഓൾറെഡി നിങ്ങൾക്ക് വരും, അല്ലെങ്കിൽ വിത്തിൻ 9 days to 9 weeksനുള്ളിൽ നിങ്ങളുടെ ഒരു ഗ്ലോ അപ്പ് കാണാൻ പറ്റുന്നതാണ്. ദാറ്റ് ഇസ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു അപ്രിസിയേഷൻ എങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചിലർക്ക് പണമാണ് ലഭിക്കുന്നത്. പേജ് ഓഫ് വോൺസ് ആണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എത്ര എൻതൂസിയാസ്റ്റിക് ആണോ അതുപോലെ തന്നെ നിൽക്കുക, ഒരിക്കലും അവിടുന്ന് താഴരുത്. ഓക്കെ, ടയർഡ്നെസ് ആണ്, എനിക്ക് വയ്യ, ആ ഒരു ചിന്ത വരാതെ യെസ് എനിക്ക് കഴിയും എന്നുള്ള ചിന്തയിൽ മാത്രം നിൽക്കുക എന്നതാണ് വരുന്നത്. ബിക്കോസ് നിങ്ങളുടെ ഫൈനാൻസസ് ബൂസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. കിങ് ഓഫ് സ്വോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. എപ്പോഴൊക്കെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല, നിങ്ങളുടെ മന്ത്രമാണ് റെസ്റ്റ് ആൻഡ് പോസ്. ഓക്കെ, ഒരു കാര്യം പിടികിട്ടുന്നില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല, റെസ്റ്റ് എടുക്കുക, പോസ് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തിവെക്കുക. മൈറ്റ് ബി 2 മണിക്കൂർ 5 മണിക്കൂർ ഒരു ദിവസം വരെ നിർത്തിവെക്കൂ ആൻഡ് ദെൻ സ്റ്റാർട്ട് അഗെയിൻ. ഏസ് ഓഫ് വോൺസ് ആണ്. നിങ്ങൾ എപ്പോൾ റെസ്റ്റ് ആൻഡ് പോസ് എടുക്കുന്നു നിങ്ങളുടെ എനർജി ഓട്ടോമാറ്റിക്കലി കൂടുന്നതാണ്. എനർജിക്കൊപ്പം നിങ്ങൾക്ക് ഐഡിയയും ലഭിക്കുന്നതാണ്. ആ ഐഡിയയിൽ നിന്ന് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. സോ ഏഞ്ചൽസ് എന്താണ് പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത് കൂടാതെ ടു ബ്രിങ് ഇൻ ഫിനാൻഷ്യൽ അബണ്ടൻസ് വിത്തിൻ 2 years of time? What do you need to release? I told you നിങ്ങളുടെ 4 of cups കാർഡ് എവിടെ പോയി? 4 of cups, അണ്ടർ ദ ഡെക്ക് ഇറ്റ് വാസ്. 4 of cups പറഞ്ഞിരുന്നു നിങ്ങളുടെ റിഗ്രറ്റ്. ഓക്കെ, നിങ്ങളുടെ ആ ബുദ്ധിമുട്ട്, ആ വിഷമം അത് മാറ്റേണ്ട സമയമാണ്. അതാണ് നിങ്ങൾ മാറ്റേണ്ടത്. ഓക്കെ, ഓക്കെ. a fairy climax approaches. So definitely നിങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ട്, ഈ റിഗ്രറ്റ് നിങ്ങൾ മാറ്റിക്കഴിയുമ്പോൾ നിങ്ങളുടെ ആ പാറ്റേൺ അവിടെ ക്ലോസ് ആകുന്നതാണ്. ആൻഡ് നിങ്ങളുടെ എനർജി, മന്ത്ര ചാൻറ്റിങ്, സ്വിച്ച് വേർഡ്സ്, ആഫർമേഷൻ, റിച്വൽ കൊണ്ട് നിങ്ങൾ എത്ര ഊർജം എടുത്തിട്ടുണ്ടായിരുന്നു അത് കൂടാൻ പോകുകയാണ്. ഓക്കെ, സോ what else for group 2? ഒബ്സ്റ്റിക്കിൾസ് ആൻഡ് ചാലഞ്ചസ് നിങ്ങൾ നേരിടുന്നുണ്ടാകാം. ഓക്കെ, അഗ്രി വിത്ത് ദാറ്റ്. ഈ ഒബ്സ്റ്റിക്കിൾസ് ആൻഡ് ചാലഞ്ചസിൽ നിന്ന് നിങ്ങൾ വെളിയിലിറങ്ങുന്നതാണ്. നിങ്ങൾക്ക് മെറ്റീരിയൽ ഹാർവെസ്റ്റ് ഉണ്ടാകാൻ പോകുന്നു. വ്യത്യാസങ്ങൾ ഒരു 9 മാസത്തിനുള്ളിൽ നിങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ്. നിങ്ങൾ ഏരിയ ആഫർമേഷനോ മന്ത്ര ചാൻറ്റിങ് കണ്ടിന്യൂസ്ലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ പെട്ടെന്ന് 9 മാസം എടുക്കില്ല, അതിന് മുമ്പ് 9 മാസം എടുക്കില്ല, അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മെറ്റീരിയൽ ഫിനാൻഷ്യൽ ഗെയിൻസ് നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷസ് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സേവിങ്സ് ആണെങ്കിൽ സേവിങ്സ്, പുതിയ കാര്യങ്ങൾ വാങ്ങിക്കാനാണെങ്കിൽ അത്. ഓക്കെ, വാട്ട് എവർ ഇസ് ഇൻ യുവർ മൈൻഡ് അത് നിങ്ങൾക്ക് ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ട്, ഫിനാൻഷ്യൽ ഗെയിൻ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അവെയർനെസ്. ഓക്കെ, ഗ്രൂപ്പ് 1-ൽ നിന്ന് വന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ ആൻഡ് അല്ലാതെ പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങളുടെ ക്രൗൺ ചക്ര ഡെവലപ്പ് ആക്കൂ.
ഓക്കെ, നിങ്ങളുടെ ക്രൗൺ ചക്രയാണ് നിങ്ങൾക്ക് ശരിയായ കാര്യങ്ങൾ, ശരിയായ മാർഗങ്ങൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ ആ മാർഗങ്ങളെ, ആ നിർദ്ദേശങ്ങളെ അംഗീകരിക്കുക എന്നതാണ് ഇവിടെ വരുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഗ്രൂപ്പ് 2-ൻ്റെ റീഡിങ്. സോ വളരെ വളരെ ഡയറക്റ്റ് ആയിരുന്നു ഗ്രൂപ്പ് 2 നിങ്ങളുടെ ആൻസേഴ്സ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഓൾറെഡി കണക്റ്റഡ് ആണ് വിത്ത് ദ ഡിവൈൻ. ഓക്കെ, ഏഞ്ചൽസുമായിട്ടും നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സുമായിട്ടും ഒക്കെ നിങ്ങൾ വളരെ അടുത്ത കണക്ഷൻ ആണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് ഏഞ്ചൽസ് പറയുന്നത് ദാറ്റ് ഇഫ് നിങ്ങൾക്ക് ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഏഞ്ചൽസിനോട് പറയൂ, എനിക്ക് ഈ കാര്യം നടത്തി തരൂ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്. ഏഞ്ചൽസ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, സോ ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ റീഡിങ് ഗ്രൂപ്പ് 2. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റീഡിംഗ് ആണിത്. സോ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ജഗിൾ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടക്കട്ടെ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷോർട്സ് കാണുക, ഷോർട്സ് ഡെയിലി ഇടുന്നുണ്ട്. ഓക്കെ, സോ ഷോർട്സ് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.